വെൽക്കം ടു ന്യൂ വെറൈറ്റി ഇംഗ്ലീഷ്. ന്യൂ വെറൈറ്റി ഇംഗ്ലീഷിൻ്റെ പുതിയ സ്പോക്കൺ ഇംഗ്ലീഷ് അധ്യായത്തിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്, നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന സെൻറ്റൻസ് 4 വിഭാഗം സെൻറ്റൻസുകളുണ്ട്. അതിൽ ആദ്യത്തെ വിഭാഗമാണ് അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ്. അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് എന്ന് പറയുമ്പോൾ ഇറ്റ് കണ്ടെയ്ൻസ് എ സ്റ്റേറ്റ്മെന്റ് ഓർ ഒപ്പീനിയൻ. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് അഭിപ്രായം പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന സിമ്പിൾ സെന്റൻസിനെയാണ് അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് എന്ന് പറയുന്നത്. നമുക്ക് ഉദാഹരണം നോക്കാം. I am going to Calicut. I am going to Calicut. ഞാൻ കോഴിക്കോടേക്ക് പോവുകയാണ്. I am from Calicut. I am coming from Calicut. ഞാൻ കാലിക്കറ്റ് നിന്ന് വരികയാണ്. He lives in Delhi. അവൻ ഡൽഹിയിൽ താമസിക്കുകയാണ്. അടുത്ത ഉദാഹരണം, ഷീ ഈസ് ബ്യൂട്ടിഫുൾ. ഇത് നമ്മളൊരു കുട്ടിയെ കുറിച്ച് അഭിപ്രായം പറയണം. ഷീ ഈസ് ബ്യൂട്ടിഫുൾ, അവൾ സുന്ദരിയാണ്, അവൾ സൗന്ദര്യമുള്ളവളാണ്. ഇതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരാളെ കുറിച്ചുള്ള ഒപ്പീനിയൻ, അഭിപ്രായം പറയാം. ഇങ്ങനെയുള്ള സിമ്പിൾ സെന്റൻസിനെയൊക്കെയാണ് അസർട്ടീവ് ഡിക്ലറേറ്റീവ് എന്ന് പറയുന്നത്. ഒരുപാട് ഉദാഹരണം പറയാൻ പറ്റും. ഐ ആം വാക്കിംഗ്, ഐ ആം ജമ്പിങ്, ഐ ആം ഈറ്റിംഗ് ഫുഡ്സ്. ഫുഡല്ല, ഫുഡ്സ്. ഐ ആം ട്രാവലിംഗ്, ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ആം വാക്കിംഗ്, ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐ ആം സ്ലീപ്പിംഗ്, ഞാൻ ഉറങ്ങുകയാണ്. ഐ ആം ഈറ്റിംഗ്, ഞാൻ തിന്നുകയാണ്. ഇതുപോലെ ഏത് സെന്റൻസിനെയും സ്റ്റേറ്റ്മെന്റിനെയും നമുക്ക് അസർട്ടീവ് സെന്റൻസ് എന്ന് പറയാം. ഇതിന്റെ മറ്റൊരു പേര് ഡിക്ലറേറ്റീവ് സെന്റൻസ്. മത്സര പരീക്ഷയ്ക്ക് എഴുതുന്ന വിദ്യാർത്ഥികൾ ഈ പേരുകൾ പഠിച്ചിരിക്കണം, അത്രയേ ഉള്ളൂ. എന്താ പേര്? അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ്. ചില പരീക്ഷയ്ക്ക് ചോദിക്കാം, ഒരുപാട് സെന്റൻസ് എന്നിട്ട് അതിൽ അസർട്ടീവ് സെന്റൻസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ നാം ഇതുപോലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നാം അസർട്ടീവ് സെന്റൻസ് ആക്കിയത്, അല്ലെങ്കിൽ ഒപ്പീനിയൻ ആണെങ്കിൽ നമ്മൾ അസർട്ടീവ് സെന്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണെന്ന് കണ്ടുപിടിക്കാം. ഇനി അടുത്ത സെന്റൻസ് imperative sentence. First, assertive or declarative. Second one, imperative. Imperative sentence ന്റെ പ്രത്യേകത, അതിൽ കമാൻഡ്, command, order, request, command, order, request. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇമ്പരറ്റീവ് സെന്റൻസിൽ നാം ഉപയോഗിക്കാറുണ്ട്. കമാൻഡ്, റിക്വസ്റ്റ്, ഓർഡർ. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഒരു വേർബ് കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ഉദാഹരണം, പാസ്, പാസ് ഇറ്റ്. അത് പാസ് ചെയ്താലും അതൊരു കമന്റ് ആണ്. ഒരു ഓർഡർ ആയിട്ടും പറയാം, ഒരു ഉത്തരവിടാം, ഒരാളോട് കൽപ്പിക്കുക. പാസ് ഇറ്റ്, അത് പാസ് ചെയ്തേക്കും. ഇത് വേർബ് കൊണ്ടാണ് തുടങ്ങുന്നത്. ഇമ്പരറ്റീവ് സെന്റൻസ്, കമാൻഡ്, ഓർഡർ, റിക്വസ്റ്റ്. ഇനി റിക്വസ്റ്റ് ആയിട്ട് വരാം. റിക്വസ്റ്റ് ആയിട്ട് വരുമ്പോൾ പ്ലീസ് ഉപയോഗിച്ച് പറയും. പ്ലീസ് ഗിവ് മീ സം വാട്ടർ. പ്ലീസ് give me some water.
പ്ലീസ് ഗീവ് മീ സം വാട്ടർ. എനിക്ക് കുറച്ച് വെള്ളം തരൂ. പ്ലീസ് ഗീവ് മീ സം വാട്ടർ. എനിക്ക് കുറച്ച് വെള്ളം തരാമോ? ഇങ്ങനെ റിക്വസ്റ്റ് ആയിട്ട് ചോദിക്കുന്നതും ഇമ്പരറ്റീവ് സെന്റൻസ് എന്നാണ് ഇതിന് പറയുക. ഇത്രയുള്ള സിമ്പിളാണ്. കമാൻഡ്, റിക്വസ്റ്റ്, ഓർഡർ ഇവയെല്ലാം വരുന്ന സെന്റൻസിന് പറയുന്ന പേരാണ് ഇമ്പരറ്റീവ് സെന്റൻസ്. ഓർഡർ ആയിട്ട് പറയുമ്പോൾ ഗെറ്റ് ഔട്ട്. ഒന്ന് നമ്മൾ സ്ട്രോങ് ആയിട്ട് ഫേസ് എക്സ്പ്രഷനിൽ ആ ഓർഡർ വരണം. അപ്പോൾ ഗെറ്റ് ഔട്ട്, പുറത്തു പോടും. ഗെറ്റ് ഔട്ട്, പുറത്തു പോ. അത് ഓർഡറാണ്, ഒരു ഉത്തരവാണ്. അത് ഇമ്പരറ്റീവ് സെന്റൻസ് ബിഗിൻ വിത്ത് എ വേർബ് കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡോണ്ട് ഈറ്റ് ഓൾ ദ കുക്കീസ്. മുട്ടായി ഒന്നും തിന്നരുത്, കൂടുതൽ മുട്ടായി കഴിക്കരുത്. ഡോണ്ട് ഈറ്റ്, തിന്നരുത്. അത് ഇമ്പരറ്റീവ് സെന്റൻസ് ആണ്, അതൊരു കമാൻഡ്. അപ്പൊ ഇതുപോലുള്ള സെന്റൻസിനെ പറയുന്ന പേരാണ് ഇമ്പരറ്റീവ് സെന്റൻസ്. ഇനി നമുക്ക് മൂന്നാമത്തെ വിഭാഗം സെന്റൻസിലേക്ക് പോകാം. മൂന്നാമത്തെ വിഭാഗം സെന്റൻസ് ആണ് ഇന്ററോഗേറ്റീവ്. തേർഡ് വൺ ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയും. ഇന്ററോഗേറ്റീവ് സെന്റൻസ്. ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുമ്പോൾ അതിൽ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. ക്വസ്റ്റ്യൻസ് രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് WH ക്വസ്റ്റ്യൻ ഉണ്ട്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയും. ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ വിഭാഗം ക്വസ്റ്റ്യൻ ആണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. അപ്പൊ എല്ലാ വിഭാഗം ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും ആ ക്വസ്റ്റ്യൻ വരുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ്, ആ സെന്റൻസിനെയാണ് നമ്മൾ ഇന്ററോഗേറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് കണ്ടെയ്ൻസ് എ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻസ് രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് WH ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയാം. രണ്ടാമത്തെ വിഭാഗം യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. WH ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഒരു ക്വസ്റ്റ്യൻ വേർഡ് കൊണ്ട് തുടങ്ങും. വാട്ട്, വിച്ച്, വൈ. ഇതുപോലെ WH ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വേർഡിന്റെ WH ആണ് ഫസ്റ്റ് വരിക. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വേർഡ് കൊണ്ട് തുടങ്ങുന്ന ക്വസ്റ്റ്യനെയാണ് WH ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി ചില സമയത്ത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിന്റെ ആൻസർ യെസ് അല്ലെങ്കിൽ നോ കിട്ടുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യനെയാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയാം. നമുക്ക് ഉദാഹരണം നോക്കാം. What is your name? What is your name? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ ആയിരിക്കും. ഇംഗ്ലീഷിന്റെ പൊതു റൂളാണ്. ഏതൊരു സെന്റൻസ് ഇതിന് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. അവസാനം ക്വസ്റ്റ്യൻ വേർഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക. ഇത് ഇംഗ്ലീഷിന്റെ പൊതു റൂളാണ്. ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് ആയതുകൊണ്ട് അവസാനം നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് കൊടുത്തു. സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അവസാനം ഫുൾ സ്റ്റോപ്പ് കൊടുത്തിരിക്കണം. ഏതൊരു സെന്റൻസും തുടക്കത്തിൽ ക്യാപിറ്റൽ, അവസാനം സ്റ്റേറ്റ്മെന്റ് ആണ് ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് കൊടുക്കാം. ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ വേർഡ്. അപ്പോൾ വാട്ട് ഈസ് യുവർ നെയിം, ഇത് WH ക്വസ്റ്റ്യൻ ആണ്. WH കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു. അല്ലെങ്കിൽ ഇതിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, ക്വസ്റ്റ്യൻ വേർഡ്. ഇത് ക്വസ്റ്റ്യൻ വേർഡ് ആണ് വാട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനെയാണ് WH ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് യുവർ നെയിം, വാട്ട് ഈസ് യുവർ ഫാദർ. വാട്ട് ഈസ് യുവർ ഫാദർ എന്ന് നിങ്ങളുടെ ഫാദറിന്റെ ജോലി എന്താണെന്ന്. അതുപോലെ തന്നെ വാട്ട് ആർ യു ഡൂയിങ്, നീ എന്താണ് ചെയ്യുന്നത്. ഹു ഈസ് ഹി, ഹു ഈസ് ഹി, അവൻ ആരാണ്. ഹു ഈസ് ഹി, ഹു ഈസ് ഹി, അവൻ ആരാണ്. ഹു ഈസ് ഹി, അവൻ ആരാണ്. അപ്പൊ ഇതുപോലെ ഉള്ള ക്വസ്റ്റ്യനെയാണ് ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ WH ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ട്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ
അതിന്റെ ആ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് യെസ് അല്ലെങ്കിൽ നോ എന്നാണ് ആൻസർ ലഭിക്കുക. അത് അങ്ങനെയുള്ള ക്വസ്റ്റ്യനെയാണ് ക്വസ്റ്റ്യൻ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഉദാഹരണം, ഈസ് ഐ ക്യാപിറ്റൽ ഈസ് ഹി എ ഫാദർ, അവൻ ഒരു ഫാദർ ആണോ? അതിന്റെ ആൻസർ യെസ് അല്ലെങ്കിൽ നോ. അല്ലെങ്കിൽ ഈസ് ഷീ എ ഡോക്ടർ, അവളൊരു ഡോക്ടർ ആണോ? യെസ് അല്ലെങ്കിൽ നോ. ആർ ദേ ഫാമേഴ്സ്, അവർ കർഷകർ ആണോ? ആൻസർ യെസ് ഓർ നോ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിന് ആൻസർ യെസ് അല്ലെങ്കിൽ നോ എന്ന് കിട്ടുകയാണെങ്കിൽ അത്തരം ക്വസ്റ്റ്യനെയാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. WH കൊണ്ട് തുടങ്ങുക അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് കൊണ്ട് തുടങ്ങുക, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് WH ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നു. അപ്പൊ 3 വിഭാഗം പഠിച്ചു, 3 വിഭാഗം സെന്റൻസിനെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ അവസാനത്തെ ഒരു വിഭാഗം സെന്റൻസ് ആണ് ഇംഗ്ലീഷിലുള്ളത്. അതിനെയാണ് എന്ത് പറയുന്നത്? എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുന്നത്. 4ാമത്തെ വിഭാഗം എക്സ്ക്ലമേറ്ററി സെന്റൻസ്. എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുമ്പോൾ സഡൻ ഫീലിങ്സ്, സ്ട്രോങ് ഇമോഷൻ എന്നൊക്കെ പറയും. സഡൻ ഫീലിങ്സ്, സ്ട്രോങ് ഇമോഷൻ. ഒരു കാര്യം നടന്നു, ഒരു സ്ഥലം നമ്മൾ വിസിറ്റ് ചെയ്തു, ആ സ്ഥലത്ത് നന്നായിട്ട് നമുക്ക് ആ സ്ഥലം ഇഷ്ടപ്പെട്ടു, വളരെ ഭംഗിയുള്ളൊരു പ്ലേസ്. അപ്പൊ ആ സ്ഥലം കണ്ടു വന്നതിന് ശേഷം നമ്മൾ പറയാണ്, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്, എന്തൊരു ഭംഗിയുള്ള പ്ലേസ് ആണത്. നമ്മുടെ മുഖത്ത് ആ സഡൻ ഫീലിങ്സ്, ആ എന്തെന്നില്ലാത്ത അനുഭവം നമ്മൾ വിവരിക്കാം. അപ്പോൾ നാം ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. സഡൻ ഫീലിങ്സ്, സഡൻ ഫീലിങ്സ്, പെട്ടെന്നുണ്ടാകുന്ന ഫീലിംഗ്. അല്ലെങ്കിൽ സ്ട്രോങ് ഇമോഷൻ, സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻ. ഈ 2 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ മുഖത്ത് കാണാൻ പറ്റും. ഉദാഹരണം നോക്കാം. How beautiful it is. How beautiful it is. എന്തൊരു ഭംഗിയാണത്. നമ്മൾ പോയ സ്ഥലം എന്തൊരു ഭംഗിയാണ്. അത്ര ഭംഗിയുള്ള സ്ഥലം ഞാൻ ഇതിനെ കണ്ടിട്ടില്ല കേട്ടോ. ആ സ്ഥലത്തെ കണ്ടപ്പോൾ ഉണ്ടാകുന്ന നമുക്കുള്ള ആ സഡൻ ഫീലിങ്സ്, ആ സ്ട്രോങ് ഇമോഷൻ, അത് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയേണ്ടത്, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. എന്തൊരു ഭംഗിയാണത്. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. ആ പ്ലേസ് എന്തൊരു ഭംഗിയാണ്. ഇനി ഇത് വേറെ രീതിയിൽ ഉപയോഗിക്കാം. വാട്ട് ഉപയോഗിച്ചും പറയാം. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. എന്തൊരു ഭംഗിയുള്ള സ്ഥലമാണത്. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. എന്തൊരു ഭംഗിയുള്ള സ്ഥലമാണത്. അപ്പൊ വാട്ട് ഉപയോഗിച്ചും ഹൗ ഉപയോഗിച്ചും നമുക്ക് ഇതുപോലെ എക്സ്ക്ലമേറ്ററി സെന്റൻസ്, സഡൻ ഫീലിങ്സ് പറയാൻ പറ്റും. അതുപോലെ സ്ട്രോങ് ഇമോഷനെ കുറിച്ചും പറയാൻ സാധിക്കും. ഇനി വാട്ടും ഹൗ ഇല്ലാതെ ഒരു സാധാ സ്റ്റേറ്റ്മെന്റ്, അത് മുഖത്ത് സഡൻ ഫീലിങ്സ് ഉപയോഗിച്ച് പറഞ്ഞാലും അത് നമുക്ക് എന്താക്കാൻ പറ്റും, എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആയിട്ട് പറയാൻ സാധിക്കും. ഉദാഹരണം, മൈ ബൈക്ക് ഈസ് സോ ഫാസ്റ്റ്. മൈ ബൈക്ക് ഈസ് സോ ഫാസ്റ്റ്. എന്റെ ബൈക്ക് ഭയങ്കര സ്പീഡാണ്. എന്റെ ബൈക്ക് വളരെയധികം സ്പീഡാണ്.
എൻ്റെ ബൈക്കിന്റെ സ്പീഡ് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. മൈ ബൈക്ക് ഈസ് സോ ഫാസ്റ്റ്. നമ്മുടെ മുഖത്ത് ആ എക്സ്പ്രഷൻ, ആ ഈ സ്ട്രോങ് ഇമോഷനോട് കൂടി പറയുകയാണെങ്കിലും സാധാ സ്റ്റേറ്റ്മെന്റിന് നമുക്ക് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ഉപയോഗിക്കാം. അവസാന എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുക്കണം എന്നുള്ളൂ. അവസാന എക്സ്ക്ലമേഷൻ മാർക്ക് യൂസ് ചെയ്യുന്നു. അപ്പൊ ഇതുപോലെ സഡൻ ഫീലിങ്സ്, സ്ട്രോങ് ഇമോഷനെ കുറിച്ച് പറയുമ്പോൾ നാം ഉപയോഗിക്കുന്ന സെന്റൻസിനെയാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നാം സെന്റൻസുകളെ 4 വിഭാഗം സെന്റൻസുകളെ പേര് പഠിച്ചു. ഒന്നാമത്തത് അസർട്ടീവോ. ഫസ്റ്റ് സെന്റൻസ് അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ്. അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ്. രണ്ടാമത് സ്റ്റേറ്റ്മെന്റ് ഇംപെരേറ്റീവ്. മൂന്നാമത്തെ സെന്റൻസ് ഇന്ററോഗേറ്റീവ്. നാലാമത്തെ സെന്റൻസ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. അസർട്ടീവ് ഒരു ഡിക്ലറേറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു ഒപ്പീനിയൻ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇംപെരേറ്റീവ് സെന്റൻസ് എന്ന് പറയുമ്പോൾ അത് ഇംപെരേറ്റീവ് സെന്റൻസ് കമാൻഡ്, റിക്വസ്റ്റ്, ഓർഡർ. ഇന്ററോഗേറ്റീവ് ക്വസ്റ്റ്യൻസ്, ഇന്ററേറ്റീവ് സെന്റൻസ് എന്ന് പറയുമ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആണ്. WH ക്വസ്റ്റ്യൻ വരാം, എസ് ഓർ നോ ക്വസ്റ്റ്യൻ വരാം. എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുമ്പോൾ അതിൽ സ്ട്രോങ് ഇമോഷൻ അല്ലെങ്കിൽ സഡൻ ഫീലിങ്സ് ഇതൊക്കെ ഉപയോഗിച്ച് പറയുന്ന സെന്റൻസിനെയാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഈ 4 പേരുകൾ പഠിച്ചിരിക്കുക. അസർട്ടീവ് or ഡിക്ലറേറ്റീവ്, ഇംപെരേറ്റീവ്, ഇന്ററോഗേറ്റീവ്, എക്സ്ക്ലമേറ്ററി. അസർട്ടീവ് സ്റ്റേറ്റ്മെന്റ്, ഇംപെരേറ്റീവ് ക്വസ്റ്റ്യൻ ഇംപെരേറ്റീവ് കമാൻഡ്, റിക്വസ്റ്റ്, ഓർഡർ, ഇന്ററോഗേറ്റീവ് ക്വസ്റ്റ്യൻ, എക്സ്ക്ലമേറ്ററി സ്ട്രോങ് ഇമോഷൻ ഓർ സഡൻ ഫീലിങ്സ്. അപ്പൊ 4 വിഭാഗം സെന്റൻസും അതിന്റെ ഉദാഹരണങ്ങളും അതുപോലെ തന്നെ അതിന്റെ പേരുകളൊക്കെ പഠിച്ചു. ഇനി അടുത്ത ദിവസങ്ങൾ ഇതുപോലെ പുതിയ അധ്യായം ഇനി നമുക്ക് പഠിക്കാനുണ്ട്. അത്തരം അധ്യായം നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൾ ഒന്ന് പ്രസ് ചെയ്തേക്കുക. എന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസങ്ങളിലുള്ള ഇംഗ്ലീഷിലുള്ള പുതിയ അധ്യായങ്ങൾ ലഭിക്കും. കൂടുതൽ സ്പോക്കൺ ഇംഗ്ലീഷ് വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ പ്ലേ ലിസ്റ്റിൽ അവൈലബിൾ ആണ്. പ്ലേ ലിസ്റ്റിൽ സ്പോക്കൺ ഇംഗ്ലീഷ് എന്നുള്ള പ്ലേ ലിസ്റ്റ് സെലക്ട് ചെയ്യുക. അതിൽ 100ഓളം വീഡിയോസ് അവൈലബിൾ ആകുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ് ലഭിക്കുന്നവരെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.